തൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാലാരും എൻ പേർക്കേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നെ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപമെന്നെ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ദാസൻ റിജോയ് ജോൺ തളിപ്പറമ്പ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്ന മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ കാൽവറിയിലെ കൊലമരത്തിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആരാധിപ്പാൻ ഈ പ്രഭാതത്തിൽ നമ്മെ ഒരുക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇന്നത്തെ ധ്യാനചിന്തയ്ക്ക് ആധാരമായി റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുകയാണ്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപവും മരണവും ലോകത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കാരണം ഏക മനുഷ്യൻ്റെ ലംഘനമാണ്. റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത് ഏകൻ്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു എന്നുള്ളതാണ്. 5-ാം അധ്യായം 16-ാം വാക്യത്തിലും ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പാപം ചെയ്യുന്ന മനുഷ്യന് ശിക്ഷയുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്താണ് ആ ശിക്ഷ? റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണം. മരണശിക്ഷയ്ക്ക് യോഗ്യരായ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ വലിയവനായിരിക്കുന്ന കർത്താവ് ഒരു രക്ഷാമാർഗം ഒരുക്കുവാനിടയായി. എന്താണ് ആ രക്ഷാമാർഗം? റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്നതാണ്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിക്കുവാനായിട്ടിടയായി. അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ നമുക്ക് പകരമായി അവൻ ക്രൂശിന്മേൽ മരിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. എന്താണ് വലിയവനായിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത? എഫേസ്യ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം എന്ന് കാണുന്നു. വലിയവനായിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം മഹാസ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ വീതി എന്നുള്ളത് ഈ ലോകം മുഴുവനുമാണ്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നാം കാണും. അപ്പോൾ അവൻ്റെ സ്നേഹം ഈ ലോകം മുഴുവനുള്ളതുമാണ്. ആ സ്നേഹത്തിൻ്റെ വീതി ഈ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ നീളം എന്നുള്ളത് അത് നിത്യകാലമാണ്. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൽ നാം അത് കാണുന്നു. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അവൻ്റെ സ്നേഹത്തിൻ്റെ നീളം അത് നിത്യകാലമാണ്.
ആ ദൈവസ്നേഹത്തിൻ്റെ ആഴമെന്നുള്ളതോ ക്രൂശിലെ മരണത്തോളമാണ്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് നാം കാണുന്നു. അവൻ നമുക്ക് വേണ്ടിയായിത്തീർന്ന അവസ്ഥയെ അവിടെ ദർശിക്കുവാനായിട്ട് കഴിയും. ക്രൂശിലെ മരണത്തോളം നമുക്ക് വേണ്ടി തന്നെത്താൻ താഴ്ത്തി നമ്മെ സ്നേഹിച്ച ആ നല്ല കർത്താവിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ഉയരമെന്നുള്ളത് അത് സ്വർഗത്തോളമാണ് എന്ന് ഫിലിപ്പ് ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അവൻ നമ്മെ സ്നേഹിച്ച് മരിക്കുക മാത്രമല്ല, മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പാൻ ഇടയായി. റോമാലേഖനം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല. വലിയവനായിരിക്കുന്ന കർത്താവ് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. ക്രിസ്തുവിനോട് കൂടെ മരിച്ച നാം അവനോട് കൂടെ ജീവിക്കുകയാണ്. എത്രയോ ശ്രേഷ്ഠമായ ഒരു കാര്യമാണിത്. പാപസംബന്ധമായി മരിക്കേണ്ടിയിരുന്ന നാം ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുകയാണ്. വലിയവനായിരിക്കുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയായിത്തീരുന്ന ഏറ്റവും വലിയ കാര്യം നാം അവനോട് കൂടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്രകാരം ക്രിസ്തുവിനോട് കൂടി ജീവിക്കുന്ന നാം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്, നീതിക്ക് ദാസന്മാരായി തീർന്നവരാണ്. അതുകൊണ്ട് നാം കൃപയ്ക്ക് അധീനരായി തീർന്നതുകൊണ്ട് പാപത്തിന് ഇനി നമ്മളിൽ യാതൊരു വിധമായ കർത്തൃത്വവുമില്ല. വലിയവനായിരിക്കുന്ന കർത്താവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. കർത്താവിനെ ആരാധിക്കുവാൻ തക്ക രാജകീയ പുരോഹിതവർഗമാക്കി നമ്മെ തീർത്തിരിക്കുകയാണ്. അവണ്ണം നാം പാപസംബന്ധമായി മരിച്ചവരാണെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നമ്മെ തന്നെ എണ്ണിക്കൊണ്ട് നമ്മുടെ കർത്താവിന് സകല മഹത്വവും നമുക്ക് അർപ്പിക്കാം. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ നല്ല കർത്താവിനെ നമുക്ക് ഓർക്കാം. സകല സ്തുതിക്കും മഹത്വത്തിനും യോഗ്യനായിരിക്കുന്ന ആ വലിയവനായിരിക്കുന്ന കർത്താവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമ്മുടെ സ്തുതിയും സ്തോത്രവും അർപ്പിച്ച് നമുക്കവനെ മഹത്വപ്പെടുത്താം. അവൻ്റെ നാമം മാത്രം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.